viewers, once again welcome back. ഇത് പറയേണ്ടതെന്ന് വിചാരിച്ചതാണ്, പക്ഷെ പറഞ്ഞു പോയി, സോറി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കാനായിട്ട് പോകുന്ന കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉള്ള കമന്റിലും അതുപോലെ തന്നെ ഒരുപാട് പേര് ഫോണിൽ വിളിച്ചും വാട്സപ്പിലൂടെ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതുവരെ ജോർജറ്റ് കാണിച്ചില്ലേ, ഇനി കോട്ടണിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്, അജ്രക്കിന്റെ കുർത്തീസിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണെന്നൊക്കെ. ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളൊക്കെ വെയിറ്റിംഗ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഫുൾ അജ്രക്കില് സൈഡ് സ്ലിറ്റില് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള കളക്ഷൻസ് ആണ്. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഷെയ്ഡ്. ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ബ്ലൂ, നല്ല ശരിക്കും ഈ നല്ല ഭംഗിയൊക്കെ ഞാൻ എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് പോകണം കേട്ടോ. ശരിക്കും എനിക്ക് അത്ര ഇഷ്ടമുള്ള സാധനങ്ങൾക്കാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ അത് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. അപ്പോൾ എന്താ പറയുക, അത് തന്നെയാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു അജ്രക്കാണ് വെച്ചിരിക്കുന്നത്. കുഞ്ഞു കുഞ്ഞു പ്രിൻ്റാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭംഗി ഒന്ന് കൂടുതലാണ്. ഇതിൽ മെയിൻലി യൂസ് ചെയ്തിരിക്കുന്ന റെയിൻബോ ബീഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നെക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും റിക്വസ്റ്റ് പ്രകാരം വൈഡ് വി ആണ് ചെയ്തിരിക്കുന്നത്. കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞു വി ആക്കല്ലേ എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് വൈഡ് ആയിട്ടുള്ളൊരു വി ആണ് ഇതിന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കണ്ടു നോക്കാം. പ്യുവർ അജ്രക്കിലാണ് ഈ ഒരു കുർത്തി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തി എന്ന് പറയുന്നത്. നല്ല ഭംഗിയുള്ള ഒരു അജ്രക്കാട്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. ഇതിൽ വേറെ കളേഴ്സ് അവൈലബിൾ ആണ്, എല്ലാം അടിപൊളിയാണ്. പിന്നെ എന്താ പറയുക, ഈ ഒരു യോക്ക് സെപ്പറേറ്റ് ചെയ്യാൻ തന്നെ കട്ട് ബീഡ് യൂസ് ചെയ്തിട്ടാണ് ആ ഒരു ബോർഡർ എന്നെ ചെയ്തിരിക്കുന്നത്. പിന്നെ അതിനകത്തേക്ക് ഓരോ ഫ്ലവേഴ്സിലും നല്ലപോലെ തന്നെ അത് മാക്സിമം തിക്കാക്കിക്കൊണ്ട് നമ്മളതിൽ കട്ട് ബീഡ്സ്, അതായത് റെയിൻബോ ബീഡ്സ് യൂസ് ചെയ്തിട്ട് മെയിൻലി ഈ ഒരു വർക്ക് ഫുൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നല്ല തിക്കാണ്. അതുപോലെ തന്നെ സ്ലീവ് 3/4 ആണ്. സ്ലീവിൽ ലൈനിങ് അവൈലബിൾ ആക്കിയിട്ടില്ല കേട്ടോ, കാരണം സ്ലീവിൽ ലൈനിങ് അവൈലബിൾ ആക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി വണ്ണം തോന്നിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. സ്ലീവിൽ ലൈനിങ് ആക്കിയിട്ടില്ല, കാരണം അതിൻ്റെ ആവശ്യമില്ല. മാത്രമല്ല സീ ത്രൂ അല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ്. ടോപ്പിൽ ലൈനിങ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡ് സ്ലിറ്റ് വന്നിട്ടുള്ള പാറ്റേൺ ആണ്. അപ്പോൾ ഈ ഒരു കുർത്തിന്റെ ബാക്ക് പാർട്ട് കൂടി ഒന്ന് കണ്ടു നോക്കാം. ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് ലാർജ് സൈസാണ്, വേറെ ഇതിരിക്കുന്നത് മീഡിയം സൈസാണ്. അപ്പോൾ ഞാൻ ഈ കാണിച്ച കുർത്തി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എന്ന് പറയുന്നത് മീഡിയം, ലാർജ്, XL, XXL വരെയാണ്. റേറ്റ് എന്ന് പറയുന്നത് 899 ആണ് വരുന്നത്. മാക്സിമം റേറ്റ് കുറവിലാണ് ഇട്ടിരിക്കുന്നത്, കാരണം പ്യുവർ അജ്രക്കിലാണ് ഈ ഒരു കുർത്തി ചെയ്തിട്ടുള്ളത്. സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത്. ടോപ്പ് വിത്ത് ലൈനിങ് ആണ് വരുന്നത്. സ്ലീവ് ലൈനിങ് ഇല്ല. യോക്കിൽ നല്ല തിക്കായിട്ടാണ് വർക്ക് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ഷെയ്ഡ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നതാണ് അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത്. ഇത് വന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു മസ്റ്റർഡ് യെല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അജ്രക്കിൽ വരുന്ന ഇതാണ്. അത്ര ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇതുപോലെയാണ് വരുന്നത്. ഇച്ചിരി വൈഡ് ആയിട്ടുള്ള വി ആണ്. പിന്നെ എന്താ പറയുക, എല്ലാ ഫ്ലവേഴ്സും കവർ ചെയ്താണ് വർക്ക് ചെയ്തിരിക്കുന്നത്. മെയിൻലി റെയിൻബോ ബീഡ്സും മിറേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു കുർത്തിയിൽ നമ്മൾ വർക്ക് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. സൈഡ് സ്ലിറ്റ് വന്നിട്ടുള്ളതാണ്. ശരിക്കും നല്ല ഭംഗിയുണ്ട്. നല്ലൊരു മസ്റ്റർഡ് യെല്ലോ. ഇതിനോട് കൂടുതൽ ചേരുന്നത് ഡാർക്ക് മെറൂൺ ലെഗിനൊക്കെ ആയിരിക്കും കേട്ടോ. ആ ഒരു ബോട്ടമൊക്കെ ആയിരിക്കും നല്ലത്. ഈ ഒരു യോക്ക് സെപ്പറേറ്റ് ചെയ്യാൻ തന്നെ മെയിൻലി ഈ ഒരു റെയിൻബോ ബീഡ് യൂസ് ചെയ്തിട്ടാണ് ഒരു ബോർഡർ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ആ ഒരു യോക്കിൽ തന്നെ നമ്മൾ മിറേഴ്സും റെയിൻബോ ബീഡ്സും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് വർക്ക് വരുന്നത്. കുറച്ച് വൈഡ് വീലാണ് ചെയ്തിട്ടുള്ളത്. സ്ലീവ് 3/4 ആണ് വരുന്നത്. സ്ലീവിൽ ലൈനിങ് അവൈലബിൾ ആക്കിയിട്ടില്ല. ടോപ്പിൽ ലൈനിങ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. സൈഡ് സ്ലിറ്റ് വന്നിട്ടുള്ള പാറ്റേൺ ആണ്. നല്ല ഭംഗിയില്ല സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു കുർത്തി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എന്ന് പറയുന്നത് മീഡിയം, ലാർജ്, XL, XXL വരെയാണ്. റേറ്റ് എന്ന് പറയുന്നത് 899 രൂപയാണ്. പ്യുവർ അജ്രക്കാണ് വരുന്നത്. ഇനി നമുക്ക് അടുത്ത കളർ ചേഞ്ച് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു മെജോറിറ്റി കസ്റ്റമേഴ്സിന് ഇഷ്ടമുള്ള ഒരു ഷെയ്ഡാണ്. നമ്മൾ ഇതേ സെയിമിൽ തന്നെ പാനൽ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തിൻ്റെ ക്ലോസർ വ്യൂ എന്ന് പറയുന്നത്. മെയിൻലി റെയിൻബോ ബീഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് വി ആണ് വരുന്നത്. ഞാൻ കാണിക്കുന്ന മീഡിയം സൈസാണ്, വെയർ ചെയ്തിരിക്കുന്നത് മീഡിയം സൈസാണ്. ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കണ്ടു നോക്കാം. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന വ്യൂ എന്ന് പറയുന്നത്. വൈറ്റ് വി ആണ് വരുന്നത്. സ്ലീവ് 3/4 ആണ്. സ്ലീവിൽ ലൈനിങ് വന്നിട്ടില്ല, സീ ത്രൂ അല്ല. എന്നാലേ നല്ല കംഫർട്ടബിളായിട്ട് നിങ്ങൾക്ക് ഇടാൻ പറ്റൂ. സൈഡ് സ്ലിറ്റ് വന്നിട്ടുള്ള പാറ്റേൺ ആണ്. ലൈനിങ് ടോപ്പിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ട് ഭംഗിയുള്ളൊരു കുർത്തി. ഇവിടെ നിന്ന് ഇതുപോലെ ബോർഡറൊക്കെ ചെയ്തിട്ടാണ് ഈ ഒരു കുർത്തി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. റേറ്റ് വളരെ കുറവാണ്. പ്യുവർ അജ്രക്കിലാണ് ഈ ഒരു കുർത്തി ഫുള്ളായിട്ട് നമ്മൾ ചെയ്തിട്ട്
ഇപ്പോൾ ഈ ഒരു കുർത്തിന്റെ റേറ്റ് എന്ന് പറയുന്നത് 899 രൂപയാണ് വരുന്നത്. അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറയുന്നത് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ വരെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു പാറ്റേൺ ഇഷ്ടമായി നിങ്ങൾക്ക് പേഴ്സണലി പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, താഴെ കാണിക്കുന്ന നമ്പറിലേക്ക് മാത്രം മെസ്സേജ് ചെയ്യുക. അതുപോലെ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക.